ഭാരതാംബയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ഈ വിഷയം മാറിയിരിക്കുന്നു. ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനവും കേരളം എന്ന് കേൾക്കുമ്പോൾ ഞരമ്പുകളിൽ ചോരത്തിളപ്പുമാണ് മഹാകവി വള്ളത്തോൾ പറഞ്ഞത്. അഭിമാനവും ചോരത്തിളപ്പും ഇപ്പോ എല്ലാവർക്കും ഒന്നിച്ചുണ്ടാകുന്നുണ്ട്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനിക്കാത്ത ഒറ്റയാളും കേരളത്തിലില്ല. എന്നാൽ ഭാരതാംബ എന്ന സങ്കല്പം, ആ സംഗതി വേറെയാണ്. ഇന്ത്യയെ അമ്മയായി കണ്ട് സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ഭാരതാംബയെ ഒരു ദേവതയായി കണ്ട് ആരാധിക്കുന്നത് RSS ആണ്. ഗണഗീതം ചൊല്ലി ശാഖയിൽ വന്ദിക്കുന്നത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെയാണ്. പിന്നലൊരു സിംഹവുമുണ്ട്. ആ ചിത്രത്തിലെ ഇന്ത്യയുടെ ഭൂപടം പോലും ഭരണഘടന അംഗീകരിച്ചതല്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ വെബ്സൈറ്റിൽ വരുന്ന ഇന്ത്യയുടെ ഭൂപടം ഷെയർ ചെയ്താൽ പോലും പാവപ്പെട്ടവർ ജാമ്യമില്ലാത്ത കേസിൽ ജയിലിലാകും. കാരണം അത് ഇന്ത്യ അംഗീകരിച്ച ഇന്ത്യയുടെ ഭൂപടമല്ല. ആ സ്ഥാനത്താണ് ഔദ്യോഗിക ഭൂപടവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇന്ത്യയെ വരച്ചു വച്ചത്. എന്നിട്ട് അതിനെ പൂവിട്ട് പൂജിക്കുന്നത്. കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ് ഏതായാലും ഭരണഘടനയുടെ പരിസരത്ത് പോലുമില്ല. അങ്ങനെ ഒരു ചിത്രം രാജ്ഭവനിൽ ഇടം പിടിക്കുക, അതിലേറെ അത് ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാവുക. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ഭാരതാംബ എന്ന പേര് കേട്ടാൽ ഭാരതാംബയുടെ ചരിത്രവും ഭൂപടത്തിലെ ഭൂമിശാസ്ത്രവും അല്ല ഇവിടുത്തെ വിഷയം. അതൊരു രാഷ്ട്രീയ ചിത്രമായി ഇരിക്കുന്നു എന്നതാണ് വസ്തുത. ഇത്തരം സന്ദർഭങ്ങളിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭാരതാംബ എന്താണെന്നും അതല്ലെങ്കിൽ RSSന്റെ ഭാരതാംബ എന്താണെന്നും തരംതിരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും അറിയാത്തവരല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഭാരതാംബയെ രാഷ്ട്രീയ ചിത്രമായി തന്നെ അവതരിപ്പിക്കുകയാണ്. അത് സംഘർഷത്തിനുള്ള കാരണമാക്കുകയാണ്. RSSന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ അവിഭാജ്യ ഘടകമാകാം. അത് RSS ശാഖയിലും സ്വന്തം വീട്ടിലുമാണ് ഉപയോഗിക്കേണ്ടത്. RSS പ്രചാരകനായിരുന്ന ഗവർണർക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ ഔദ്യോഗിക പരിപാടികളിൽ കഴിയില്ല. അത്തരം ആരാധനകളുടെ ഭാഗമാകേണ്ടവരല്ല ജനാധിപത്യ ഇന്ത്യയിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും. ഏതു ചടങ്ങിന് മുൻപും ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തേണ്ടത് RSS പ്രചാരകരാണ്, മന്ത്രിമാരല്ല. ഇതൊക്കെ വീണ്ടും പറഞ്ഞാലും കേൾക്കേണ്ടവർ ചിരിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും വീണ്ടും നടത്തുന്ന ഈ ആരാധന പ്രകോപനമുണ്ടാക്കാൻ തന്നെ ചെയ്യുന്നതാണ് എന്നാണ് ആരോപണം. സരസ്വതിയെയോ ഗണപതിയെയോ ശിവനെയോ വിഷ്ണുവിനെയോ മുരുകനെയോ ആരാധിക്കുന്നത് പോലെയല്ല ഭാരതാംബയെ പൂജിക്കുന്നത്. 30 കോടി ദൈവങ്ങളെ പൂജിക്കുന്നത് പോലെയുമല്ല. ഇതൊരു രാഷ്ട്രീയ ബിംബമാണ്, എ പൊളിറ്റിക്കൽ ഐഡോൾ. അത് ഇന്ത്യയിൽ RSS മാത്രം ആരാധിക്കുന്നതാണ്. അതിന്റെ ആരാധന മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ പോലെ മതേതര ജനാധിപത്യ ലോകത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു ആരാധന? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തെ ഇളക്കി മറിച്ചത് സർവകലാശാല ഉപയോഗിച്ചാണ്. സർക്കാർ നൽകിയ പട്ടികകൾ വെട്ടിയും സർക്കാർ നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കിയുമായിരുന്നു തുടക്കം. പിന്നീട് സ്വന്തം നിലയ്ക്ക് BJP പ്രവർത്തകരെ സർവകലാശാലകളിലേക്ക് നിയോഗിക്കാനും തുടങ്ങി. അതുവരെ സർക്കാർ നൽകിയിരുന്ന പട്ടിക അംഗീകരിക്കുകയോ തള്ളുകയോ മാത്രമായിരുന്നു ഗവർണർമാർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്. പുതിയ പട്ടിക ആവശ്യപ്പെടാം എന്നല്ലാതെ സ്വന്തം നിലയ്ക്കൊരു നിയമനം നടത്താനൊന്നും കഴിയുമായിരുന്നില്ല. അത്തരം കീഴ്വഴക്കങ്ങളെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലംഘിച്ചു. അതിന് കോടതികളിൽ നിന്നും തിരിച്ചടി വന്നപ്പോഴേക്കും പുതിയ ഗവർണർ സ്ഥാനമേറ്റിരുന്നു. സർവകലാശാലകളിൽ അധികമൊന്നും പുതിയ ഗവർണർമാർക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല എന്ന ഘട്ടത്തിലാണ് അടുത്ത വിവാദം തുടങ്ങുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ആരാധിക്കുക. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, പ്രകോപനത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് സർക്കാർ ആരോപിക്കുന്നു. ഒരു പൊതുചടങ്ങിൽ എങ്ങനെയാണ് ഇത്തരമൊരു ചിത്രത്തെ ആരാധിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത് തന്റെ രീതിയാണെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അംഗീകരിക്കാൻ കഴിയാത്ത മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ചടങ്ങ് ബഹിഷ്കരിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ല. ഇതേതായാലും ചർച്ച നടത്തി തീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല. ഈ ആരാധന തുടരുമെന്ന് ഗവർണർ പറയുന്നിടത്തോളം ബഹിഷ്കരണമല്ലാതെ സർക്കാരിന് മുന്നിൽ വേറെ മാർഗങ്ങളുമില്ല. ഈ തർക്കം അവസാനിച്ചാൽ അടുത്തത് ഉയർന്നു വരും. കാരണം ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ യുദ്ധമാണ്. അത് നിരന്തരം നടക്കേണ്ടത് അതിനിറങ്ങി പുറപ്പെടുന്നവരുടെ ആവശ്യവുമാണ്. പശ്ചിമ ബംഗാളിൽ സംസ്ഥാന സർക്കാരിനെ ഇരുത്തിപ്പൊറുപ്പിക്കാതെ വിഷമിപ്പിച്ച ഗവർണറാണ് ജഗ്ദീപ് ധൻകർ. ധൻകർ പിന്നീട് ഉപരാഷ്ട്രപതിയാകുന്നതാണ് രാജ്യം കണ്ടത്.
കോടതികളായ കോടതികളിൽ നിന്നൊക്കെ വലിയ വിമർശനം നേരിട്ടിട്ടും ധൻഖർ രാജ്യത്തെ രണ്ടാമത്തെ പദവിയിലേക്ക് എടുത്തുയർത്തപ്പെട്ടു. അതിനർത്ഥം ഒന്നേയുള്ളൂ, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശിരസാ വഹിക്കുകയാണ് ഗവർണർ ചെയ്തത്. അതുകൊണ്ടാണ് പ്രമോഷൻ ലഭിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലും ആരുടെയോ അജണ്ട നടപ്പാക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ ആരോപിച്ചിരുന്നു. ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ RSS സൃഷ്ടിക്കുന്നതാണെന്ന് ആരോപിക്കുന്നത് സംസ്ഥാന മന്ത്രിമാരാണ്. മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നിയമനമെങ്കിലും ഗവർണറുടെ തൃപ്തിക്കനുസരിച്ചാണ് എന്നതാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രയോഗം. കൃഷിമന്ത്രി P. പ്രസാദിലും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയിലുമുള്ള ഗവർണറുടെ തൃപ്തി നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗവർണർക്ക് മന്ത്രിമാരെ പിൻവലിക്കാൻ കഴിയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ തൃപ്തിയില്ലെന്ന് പ്രഖ്യാപിച്ച മന്ത്രിമാർ ഒരു സ്ഥാനചലനവും ഇല്ലാതെ തുടരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടതും. P. ശ്രീധരൻ പിള്ള ഗവർണറായ ഗോവ രാജ്ഭവൻ നോക്കുക. അവിടെ ഗവർണർ ഇരിക്കുന്നതിന് നേരെ മുന്നിൽ മുകളിലായി മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. വലതുവശത്ത് രാഷ്ട്രപതിയുടെയും ഇടതുവശത്ത് പ്രധാനമന്ത്രിയുടെയും ചിത്രമാണ്. അവിടെ ഗോൾവാൾക്കറുടെയോ അല്ലെങ്കിൽ ഹെഡ്ഗേവാറിന്റെയോ ഒന്നും ചിത്രങ്ങൾ രാജ്ഭവനിലില്ല. ഔദ്യോഗിക ചടങ്ങുകളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്ന പതിവുമില്ല. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ രാജേന്ദ്ര അർലേക്കറുടെ പിന്നിലെ ചുമരിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ചിത്രങ്ങളായിരുന്നു. തലയ്ക്ക് നേരെ പിന്നിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നവും. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്ത നൂറുകണക്കിന് ചടങ്ങുകളുടെ ചിത്രങ്ങൾ വെബ്സൈറ്റിലുണ്ട്. അതിലൊന്നും ഭാരതാംബയുടെ ഫോട്ടോയോ പുഷ്പാർച്ചനയോ കാണാനില്ല. RSS ബന്ധമുള്ള ചടങ്ങുകളിൽ ഗവർണർമാർ പങ്കെടുക്കുമ്പോഴല്ലാതെ ഭാരതാംബ ചിത്രം ഇതിനു മുൻപ് മറ്റൊരിടത്തും കണ്ടിട്ടുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ പോലും ഗവർണർമാർ പുഷ്പാർച്ചന നടത്തുന്നതും കണ്ടിട്ടില്ല. കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ ചിത്രമായി ഉപയോഗിക്കുന്നു എന്ന് LDF ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഒരു കാര്യം സുവ്യക്തമായി പറയുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ സമരം നടത്തേണ്ടത് SFIയും ABVPയും അല്ല. അവർക്ക് എന്തെങ്കിലും അയോഗ്യതയുണ്ട് എന്നല്ല ഇതിനർത്ഥം. ഏതു വിഷയവും ഏറ്റെടുക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഇതൊരു പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. മുഖ്യധാരാ പാർട്ടികളാണ് പ്രതികരിക്കേണ്ടത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലീസിന്റെ തല്ല് വാങ്ങിക്കൂട്ടാനുള്ള വിഷയമാക്കി ഇതിനെ മാറ്റേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.